റെഡിൽ വൈറ്റ് സ്പോട്ടുള്ള പശുക്കാണ് ലാൽ കാബ്ര. പാലിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതിന്റെ ഗുണങ്ങൾ എന്താണ്? ഒരു മിനിറ്റ്, ചോദ്യം തെറ്റാ. നാടൻ പശുക്കളിൽ നിന്ന് ഗീർ പശുക്കളല്ല. നാടൻ പശുക്കളും ഗീർ ഇനം പശുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാരണം ഇവരുടെ പാലിന്റെ എന്തെങ്കിലും ക്വാളിറ്റിയിലാണോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് പാല്. എന്നാൽ ഇത് എവിടെ നിന്ന് വരുന്നെന്നോ എത്രമാത്രം ശുദ്ധമാണെന്നോ ഇതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടെന്തെന്നോ നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. ചാണകം എന്ന് കേട്ടാൽ അലർജിയാണ്. എന്നാൽ ശുദ്ധമായത് മാത്രം നമ്മുടെ മുന്നിലേക്ക് വച്ചു നീട്ടുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഗിർ പശുക്കളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്താണ് ഈ ഗിർ ഇനം പശുക്കൾ? എങ്ങനെയാണ് നീ ഇത് ഇവിടെ കൊണ്ടുവന്നത്? നമ്മൾ 2017 ആരംഭിച്ചത്. നാടൻ പശുവിൽ കുറച്ച് അധികം പാല് തരുന്ന ഇനാണ് ഈ ഗീർ പശുക്കൾ. പൊതുവെ വലിയ ശരീരവും ഒക്കെയാണ് ഇതിൽ. പൊതുവെ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള നാടൻ പശുക്കൾ എന്ന് പറഞ്ഞാൽ കുള്ളൻ പശുക്കളാണ്, ചെറിയ കുള്ളൻ പശുക്കൾ. പിന്നെ കേരളത്തിലേതാകുമ്പോൾ വെച്ചൂര്, കാസർഗോഡ് കുള്ളൻ, മറ്റേ വയനാട് കുള്ളൻ, പാലക്കാട് ഡോർഫ്, അങ്ങനെ ഒരുപിടി കുള്ളൻ പശുക്കൾ നമുക്കുണ്ട്. ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ വലിയ വലിയ പശുക്കളാണ് ഈ നാടൻ ഇനത്തിൽപ്പെടുന്ന വലിയ വലിയ പശുക്കൾ. നാടൻ പശുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹമ്പാണ്, പൂഞ്ഞി എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. ഒബ്വിയസ്ലി നമ്മളിത് ഗുജറാത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഗുജറാത്തിൽ ഗീർ വനം അറിയാം എല്ലാവർക്കും. അപ്പോൾ ഗീർ ആ ഒരു വനപ്രദേശത്താണ് ഉള്ള സ്ഥലങ്ങളിൽ അമരേലി, ജുനാഗദ് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവരുടെ ഒരു ശരിക്കും അവരുടെ സ്ഥാനം എന്ന് പറയാം. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുവന്നത് അമരേലി, ജുനാഗദ് ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് സാധാരണ കർഷകരുടെ അടുത്താണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ നല്ല പാല് ലഭ്യമാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. പക്ഷേ നാടൻ പശുവിന്റെ പാല് നമുക്ക് എവിടെയും കിട്ടാനില്ല. കിട്ടണമെങ്കിൽ നാടൻ പശുക്കൾ വേണം. നാടൻ പശുക്കൾ ഇന്ന് എവിടെയും ഇല്ല. കാരണം വളരെ ചുരുക്കം ചില ആൾക്കാർ നാടൻ പശുവിനെ പാലിന് വേണ്ടി വളർത്തുന്നുള്ളൂ. കാരണം 1 ലിറ്റർ 1.5 ലിറ്ററൊക്കെ പാല് തരുള്ളൂ നമ്മുടെ കേരളത്തിലെ കുള്ളൻ പശുക്കൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗീറിലേക്ക് എത്തിപ്പെട്ടത്. ഗീറാകുമ്പോൾ അതിന് ശരാശരി ഒരു രേഖപ്പെടുത്തിയുള്ള കണക്ക് എന്ന് പറയുന്നത് 10 ലിറ്ററാണ് ഗീറിന്റെ ഏവറേജ് പാല്. അത് നമുക്ക് 12, 14 തരുന്ന ഗീർ പശുക്കളുണ്ട്. അതിനപ്പുറത്തേക്ക് 22 വരെ തരുന്ന ഗീർ പശുക്കളുണ്ട്. അതൊക്കെ ബ്രീഡിങ് ചെയ്ത് അത്രയും അതിനെ പരിപോഷിപ്പിച്ചെടുത്ത് അങ്ങനത്തെ പശുക്കളൊക്കെ ഗുജറാത്തിൽ ലഭ്യമാണ്. ശിവ, നമ്മുടെ ഈ നാടൻ പശുക്കളും ഗിർ ഇനം പശുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ നാട്ടുകാർ പൊതുവെ വിശ്വസിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വളർത്തുന്ന പശുക്കളൊക്കെ നാടൻ പശുവാണെന്നാണ്. പക്ഷെ അതങ്ങനെയല്ല. അതൊരു 10-60 കൊല്ലം 60 മുകളിലായി ഇവിടുന്ന് നാടൻ പശുക്കളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടെന്ന് പറഞ്ഞാൽ ആരും അതിനെ വളർത്താത്തതുകൊണ്ടും അതിന്റെ പ്രജനനം നടക്കാത്തതുകൊണ്ടും ഇപ്പൊ നാടൻ പശുക്കളില്ല. ഇപ്പൊ നാടൻ പശുക്കളിൽ നിന്ന് ആൾക്കാർ പറയുന്നത് വീട്ടിൽ വളർത്തുന്ന പശുവൊക്കെ നാടൻ പശുവാണെന്നാണ് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. നാടൻ പശുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ പശുവിന് മാത്രമേ ഈ പൂഞ്ഞ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഈ ഹമ്പ്, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹമ്പ്, അതിന്റെ മുതുകിലൊരു ഹമ്പ്. മറ്റുള്ള പശുക്കളൊക്കെ, അതായത് ഈ ജേഴ്സി, HF, അതായത് പാല് ധാരാളം ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളൊക്കെ നാടൻ പശുവല്ല. അത് പിന്നെ ഈ ജനിതക മാറ്റം വരുത്തിയിട്ടില്ല, ജനറ്റിക് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള പശുക്കളാണ്. അത് ഈ നമ്മളെ ഈ ക്ഷീരനയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പശുക്കളാണ്. നമ്മുടെ ഭാരതത്തിന്റെ ഒരു പേരുകേട്ട പശുവായിരുന്നു റെഡ് സിന്ധി. ആ റെഡ് സിന്ധി പശുവിലാണ് ആദ്യമായിട്ട് ഈ നമ്മുടെ ഈ ബീജം നിക്ഷേപിച്ചത്. വെച്ചാൽ പുറത്തുനിന്നുള്ള പിന്നെ HF, ജേഴ്സി പോലത്തെ പശുക്കളുടെ ബീജം അതിലാണ് ആദ്യത്തെ പിന്നെ ഇത് നടന്നത്. എന്ന് പറഞ്ഞാൽ നാടൻ പശുവിലാണ് ആദ്യമായിട്ട് ഈ ഒരു സങ്കരണം നടന്നത്. അപ്പോൾ പിന്നീട് അവിടുന്ന് വന്നിട്ടുള്ള തലമുറയും അതിൻ്റെ സങ്കരമൊക്കെയാണ് ഇന്ന് കാണുന്ന പശുക്കൾ. പിന്നെ അതിൽ പ്യൂറായിട്ടുള്ള HF-ഉം ജേഴ്സിയും ഒക്കെ ഉരുത്തിഞ്ഞ് വന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, ഇത് സത്യത്തിൽ ഇതാണോ നാടൻ? അപ്പോൾ ഇതാണ് നാടൻ പശുക്കൾ. ഈ നമ്മളെ ഭാരതത്തിൽ 40ഓളം അതായത് രജിസ്റ്റർ ചെയ്യപ്പെട്ട പശുക്കളുണ്ട്, നാടൻ പശുക്കൾ. കേരളത്തിലുള്ളതാണ് വെച്ചൂര്. പിന്നെ ഇപ്പോൾ വില്വാദ്രി എന്നുള്ള പശുവിന് ഇപ്പോൾ രജിസ്ട്രേഷൻ ഏതാണ്ട് ഇതിൻ്റെ വക്കിലാണ്, രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വില്വാദ്രി എന്നുള്ള പശു തിരുവില്ലാമല ഭാഗത്താണ് ഈ വില്വാദ്രി പശു വരിക. അപ്പോൾ ഈ പിന്നെ അതിപ്പോൾ ഏറ്റവും സൈസ്, അതായത് വലിപ്പം കൊണ്ടും പിന്നെ അതിൻ്റെ ഒരു പ്രൗഢി കൊണ്ടും അത് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പശുവാണ് ഗീർ പശു. മാത്രമല്ല അതിൻ്റെ സ്വഭാവം വളരെ ഈ മനുഷ്യനായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു പശുവാണ് ഗീർ പശുക്കൾ. കാണാൻ കുറച്ച് വൈൽഡാണെങ്കിലും പക്ഷേ അവര് ഭയങ്കരമായിട്ട് മനുഷ്യനായിട്ട് ഇണങ്ങുന്ന പശുക്കളാണ്. ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യും മനുഷ്യനെ. മറ്റേ പശുക്കൾ അങ്ങനെയല്ല, ആ ഒരു ട്രസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതാണ് ഗീർ പശുക്കളുടെ പ്രത്യേകത. പാലിന്റെ രുചി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. യഥാർത്ഥ പശുക്കളുടെ പാല്, അതായത് നാടൻ പശുക്കളുടെ പാലിന്റെ രുചി അത് വേറിട്ട് നിൽക്കുക തന്നെ ചെയ്യും. കാരണം നമ്മളിത് ഗുജറാത്തിൽ പോയ സമയത്ത് ആദ്യമായിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ പാല് നമ്മൾ രുചിക്കുന്നത്. അന്നാണ് നമ്മളെ മനസ്സ് പറയുന്നത് ഇതാണല്ലോ യഥാർത്ഥ പാല് എന്നുള്ളൊരു അനുഭവം. നമുക്ക് തൈരായാലും മോരായാലും അതത്രയും രുചി കൊണ്ട് പറയുകയാണെങ്കിൽ അത് വേറൊരു ലെവൽ തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ നെയ്യ്
അതിൻ്റെ ഫ്ലേവർ, അതിൻ്റെ ആ ഒരു രുചിയൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അത് തന്നെയാണ് ഈ നാടൻ പശുക്കളുടെ പ്രത്യേകത. കാരണം ഇവർ ഈ മേഞ്ഞ് തിന്നുന്ന പുല്ല്, അതുപോലെ വെയിൽ കൊണ്ട്, ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ജേഴ്സി HF പശുക്കളൊന്നും വെയിൽ ഒളിക്കാൻ പറ്റില്ല. അവർ ഒരു മണിക്കൂറൊക്കെ നമ്മൾ വെയിൽ ഒളിച്ചു കഴിഞ്ഞാൽ തന്നെ അവരിങ്ങനെ ഒരു ആടാൻ തുടങ്ങും. അപ്പോൾ അത് നല്ല പ്രതിരോധ ശക്തിയുള്ള പശുക്കളാണ് ഈ നാടൻ പശുക്കൾ. നമ്മൾ കൊടുക്കുന്ന നാടൻ പുല്ലാണ്. പുല്ലുള്ള സമയത്ത് ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, ഇവർക്ക് നല്ല സുഖമായിട്ട് മേയാനുള്ളൊരു സ്പേസ് ഉണ്ട്. അതെ. അല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ നാടൻ പുല്ല് അരിഞ്ഞിട്ടാണ് കൊടുക്കുക. നമ്മൾ അല്ലാതെ തീറ്റപ്പുല്ല് വളർത്തുന്നുണ്ട്. ഇപ്പോൾ നല്ല വേനലിലൊക്കെ നമുക്ക് തീറ്റപ്പുല്ല് നമ്മൾ വളർത്തിയേ പറ്റുള്ളൂ, പുല്ല് കിട്ടാതെ വരുന്ന സമയത്ത്. കൈത്തീറ്റയായിട്ട്, അതായത് കോൺസെൻട്രേറ്റഡ് ഫീഡായിട്ട് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ കാലിത്തീറ്റ കൊടുക്കില്ല. അത് പ്രധാനം തന്നെയാണ്. കാരണം അത് അവരുടെ ഗവ്യങ്ങളൊക്കെ ബാധിക്കും. അതായത് പാലിനെ, അതിന് പിന്നെ ചാണകം, ഇതിനൊക്കെ ബാധിക്കും. നമ്മൾ പിന്നെ കോൺസെൻട്രേറ്റഡ് ഫീഡായിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ചോളപ്പൊടി, അരിത്തവിട്, ഗോതമ്പ് തവിട്, പിന്നെ പിണ്ണാക്ക്. അത് നമ്മൾ ഒന്നുകിൽ കപ്പലണ്ടി പിണ്ണാക്കോ അല്ലെങ്കിൽ കൊപ്ര പിണ്ണാക്കോ. ഇതാണ് ഇവരുടെ മെയിൻ കോൺസെൻട്രേറ്റഡ് ഫീഡ് എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ ശരിക്കും പ്യുവറായിട്ടുള്ള ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും പ്യുവർ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം അത് നമുക്ക് നിർബന്ധമാണ്. കാരണം നമ്മളും ഉപയോഗിക്കുന്നത് ഈ പാല് തന്നെയാണ്. പിന്നെ ഇവരുടെ ലൈഫ്, ഇപ്പോൾ നമ്മൾ സാധാരണ കാലിത്തീറ്റ കൊടുത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പശുക്കൾ ചെന പിടിക്കുന്നില്ല, 2-3 വർഷം ആകുമ്പോഴേക്കും അവർ പിന്നെ അറവുശാലയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സാധാരണ ഡയറി ഫാമുകളിലൊക്കെ. അപ്പോൾ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവരൊരു 10-12 പ്രസവിക്കും സുഖമായിട്ട്. മറ്റൊരു 2-3 പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയുസ് തീർന്നു. സാധാരണ ഡയറി ഫാമുകളിലേക്ക് അവസ്ഥ അതാണ്. ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കുന്ന കാരണം നമുക്ക് ഇവരുടെ ചാണകമൊക്കെ ഉപയോഗിക്കാൻ. പിന്നെ തീർച്ചയായിട്ടും ചാണകം നമ്മളിപ്പോൾ ഭസ്മത്തിന്, ഇപ്പോൾ നമ്മളിപ്പോൾ നല്ല ഭസ്മം കിട്ടാൻ, എനിക്ക് തോന്നുന്നു നാട്ടിൽ നല്ല ഭസ്മം കിട്ടാനില്ല തോന്നുന്നു. കാരണം നാടൻ പശുക്കളുണ്ടെങ്കിലും നല്ല ഭസ്മം കിട്ടാൻ സാധ്യതയുള്ളൂ. ഭസ്മം ഇതിൽ നിന്നാണ്? അതെ, നാടൻ പശുവിന്റെ ചാണകത്തിൽ നിന്നാണ് ശരിക്കും ഭസ്മം. നാടൻ പശു എന്ന് ഞാൻ പറയുന്നത്, പശു എന്ന് പറയാനും ചാണകത്തിൽ നിന്ന്, നാടൻ പശുവിന്റെ ചാണകത്തിൽ നിന്നാണ് ശരിക്കും ഭസ്മം ഉണ്ടാക്കേണ്ടത്. അത് പണ്ട് മുതലേ അങ്ങനെയാണ് ഉണ്ടാക്കി വന്നിരുന്നത്. നീ ആദ്യം പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് പേടിക്കും. അതെ. പക്ഷെ അവര് ക്യൂട്ടാണ്. ചില വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ക്യൂട്ടാണ്. വളരെ പിന്നെ സ്നേഹമുള്ള. നേരത്തെ നമ്മള് പറഞ്ഞ പോലെ നമ്മൾ ഇതിന്റെ വരുമാനം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാലാണ് ഇതിൻ്റെ, അതായത് ഫാം റൺ ചെയ്യാൻ, നമ്മൾ ഈ ഗോശാല റൺ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പാലും, ഇപ്പോൾ നെയ്യ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മോര്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താരതമ്യേന വില ജാസ്തിയാണ് ഗീർപശുക്കളുടെ പാലിനും, ഗീർപശുക്കളുടെ അല്ല, നാടൻ പശുക്കളുടെ പാലിനും നെയ്യിനൊക്കെ ഇരട്ടി. അതായത് ഇന്ന് മാർക്കറ്റിൽ പാലിലെ ഇരട്ടി വില, ഇരട്ടിയുടെ മേലെ പോകും. 150 രൂപയ്ക്ക് നമ്മൾ പാല് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് അതിന് മാത്രമുള്ള പ്രൊഡക്ഷൻ നമുക്ക് സാധിക്കില്ല. അത് അങ്ങനെ സ്കെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാക്കി. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഗോശാലയിൽ എല്ലാ പശുക്കൾക്കും പേരുണ്ട്. ശിവാനി, ഇവൾ മൈഥിലി. അന്ന് ഗുജറാത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ഒരു 5 പശുക്കളിൽ കൊണ്ടുവന്നതിൽ പെട്ട ഒരു പശുവാണ്. ഇവള് വേദ. ഇവൾക്ക് 3 വയസ്സ് ജസ്റ്റ് ആയി. 18ഓളം ബ്ലഡ് ലൈൻ ഉണ്ടെന്നാണ് പൊതുവെ പറയാറ്. അപ്പൊ അതിൽ വരുന്ന ഓരോ പശുക്കൾക്കും അവരെ ഓരോന്നിനും കാണാൻ തന്നെ വ്യത്യാസമുണ്ട്. അവരുടെ കൊമ്പിന്റെ രീതികൾ, അതുപോലെ അവരുടെ പിന്നെ ബോഡി ഷേപ്പ്, ഇതെല്ലാം വെച്ചിട്ടാണ് അവരെ ഏത് ബ്ലഡ് ലൈനാണ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇവളുടെ പേര് ആവണിയാണ്. അതായത് മൈഥിലിയുടെ മോളാണിത്. ആവണി നമ്മൾ മുകളിൽ കണ്ടു മൈഥിലി അവളുടെ മോളാണ്. ഗീറിന്റെ ലക്ഷണം എന്താണ്? ഗീറിന്റെ ലക്ഷണം വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഗീറിന്. നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഗീറാണോ അല്ലേ എന്നുള്ളത്. ഇപ്പം ശരിക്കും ഇവരുടെ തല തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാന ആകർഷണം. ഈ ആന മസ്തകം പോലെയാണ് ഇവരുടെ തല. പിന്നെ അവരുടെ കൊമ്പ് വരുന്നത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. താഴോട്ടാണ് ആദ്യത്തെ അതിൻ്റെ കുറ്റി വളരുക. പിന്നെ അത് മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ 2 സൈഡിലേക്ക് വരാം, അല്ലാതെ നമുക്ക് താഴേക്ക് ഇങ്ങനെ വാള് പോലെ വരാം. അങ്ങനെയൊക്കെയാണ് ഇവരുടെ സ്റ്റൈലുകൾ. അപ്പോൾ ഓരോ ബ്ലഡ് ലൈൻ അനുസരിച്ചാണ് ഇവരുടെ അത് നിശ്ചയിക്കുന്നത്. ഇതൊരു വാള് പോലെയല്ലേ? ഇത് വാള് പോലെയാണ്. ഇതൊരു മോർബി എന്ന് പറഞ്ഞൊരു ഒരു ബ്ലഡ് ലൈൻ ഉണ്ട്, മോർബി സൈഡ്. അത് മോർബി എന്ന് പറഞ്ഞത് ഗുജറാത്തിലൊരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ ഭാവ്നഗറും മോർബിയും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതാണ് ഗോശാല അല്ലേ? അതെ, ഇതാണ് ഗോത്വം ഗോശാല. നമ്മുടെ ഗോശാലയുടെ പേര് ഗോത്വം എന്നാണ്. ഗോത്വം എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് ടേമാണ്. അത് ഗോ എന്ന് പറഞ്ഞാൽ പശു, ഗോത്വം എന്ന് പറയുന്നത് പശുവിന്റെ ഭാവം എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മള് മനുഷ്യത്വം എന്ന് പറയുന്നില്ലേ, മനുഷ്യന്റെ ഭാവം എന്താ മനുഷ്യത്വം, അതേപോലെ ഗോവിന് ഗോത്വം എന്നാണ് സൂചിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ഗോത്വം എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ
ഇറക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് എത്ര പശുക്കൾ നിൽക്കും? നമുക്കിവിടെ ഒരു 24 പശുക്കൾ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഭീകരമായിട്ടുള്ള കാശൊന്നും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഷെഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആസ്ബസ്റ്റോസ് ഷീറ്റ് ആണ്. പിന്നെ അവർക്ക് ചൂട് വലിയൊരു പ്രശ്നമുള്ള പശുക്കളല്ല. ഓക്കെ. പിന്നെ വെള്ളം നമ്മളിവിടെ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അത് എല്ലാ ഫാമുകളിലും നമുക്ക് അതായത് ഈ ബോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം നമ്മൾ ഫ്ലഷ് എന്നറിയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇതെന്താ ഇത്? എനിക്ക് മനസ്സിലായില്ല. ഇത് ഓട്ടോമാറ്റിക് ഫ്ലഷ് നമ്മൾ ഈ ഫ്ലഷ് ടാങ്ക് പോലെ തന്നെയാണ് അതിന്റെ ഒരു സിസ്റ്റം വരുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ വെള്ളം അങ്ങനെ നിൽക്കും എപ്പോഴും. വാൾവ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ലെവലിൽ നമുക്ക് വെള്ളം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവൻ പാർത്ഥൻ വന്നു. നീ പറഞ്ഞ ശരിയാടാ, ഇവർക്ക് ഭയങ്കര സ്നേഹമാണ്. അതെ ഏറ്റവും കൊടുത്തിട്ടുണ്ടോന്നുള്ളതാണ്. വേറെ ഒരു പശുക്കളും ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരില്ല, സ്നേഹം കാണിക്കാൻ വരില്ല. റാം ഇവരാണ് നമ്മളെ ഏറ്റവും പുതിയ താര. ഇത് അവളാണ്. അവള് കൈവല്യ. ഇവള് പൗർണമി. അത് ഭവാനി. നമ്മള് ഹിന്ദിക്കാരാണ് കൂടുതലും നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അതെ, അവരെ ഈ ജോലിക്ക് അവരേ വരുള്ളൂ. പ്രത്യേകിച്ച് നേപ്പാൾ, ആസാം. ഇപ്പോഴത്തെ തലമുറ എത്രമാത്രം അത് എനിക്കറിയില്ല. പക്ഷെ പഴയ ആൾക്കാരൊക്കെ വളരെ പിന്നെ ആത്മാർത്ഥമുള്ള ആൾക്കാരാണ്. അവർ നന്നായിട്ട് നോക്കും. അവരുടെ സ്വന്തം എന്നുള്ള നിലയ്ക്ക് തന്നെ അവർ നോക്കും. ചാണകം എന്നുള്ള പേര് വരാൻ തന്നെ ഒരു ചാണിനകം എന്നാണ്. ആണോ? അങ്ങനെ ചാണകം വീഴുള്ളൂ. ശരി. ഇപ്പത്തെ ചാണകം അങ്ങനെ മാത്രമല്ല, ചാണകം നമ്മള് വളമാക്കും. വളം എന്ന് വെച്ചാൽ ഈ സാധാരണ ചാണകപ്പൊടിയായിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ അതിനൊന്ന് എൻറിച്ച് ചെയ്തിട്ട് നമ്മൾ ചെറിയ പാക്കറ്റുകളിലൊക്കെ ആക്കിയിട്ട് കൊടുക്കും. അത് ഈ പച്ചക്കറി കൃഷി അങ്ങനെയൊക്കെ ആയിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് ഈ അടുക്കളത്തോട്ടം എന്നൊക്കെ പറയുന്ന പോലെ അവർക്കൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ പാക്കറ്റിലായിട്ട് അത് കുറച്ചൊന്നുകൂടി എൻറിച്ച് ചെയ്യും. വെറുതെ വളപ്പൊടി ആയിട്ടല്ല. കറവ പശുക്കൾ ഇവരെ നമ്മൾ അങ്ങനെ പുറത്തേക്ക് വല്ലാണ്ട് ഇറക്കാറില്ല. അപ്പൊ വെച്ചാൽ മേയാൻ അങ്ങനെ നമ്മുടെ മലയുടെ മുകളിലേക്കൊന്നും കൊണ്ടുപോകാറില്ല. ഇവളുടെ പേരെന്താ? ഇവളുടെ പേര് രുക്മിണി. ഇവളുടെ പേര് വൈഖരി. പാല് മാത്രമേ നമുക്ക് അറിയുള്ളൂ, അതിന്റെ പിന്നാമ്പുറം നമുക്കറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പാലും അറിയില്ല, മിൽമേ അറിയുള്ളൂ. 3 നേരം ചായ കുടിക്കണം. പക്ഷെ പശു ചാണകിടാൻ പാടില്ല. പശു പാല് മാത്രമേ വരാൻ പാടുള്ളൂ, ചാണകിടാൻ പാടില്ല. ഇവള് ലക്ഷ്മി. വൈശാഖി. നമുക്കിപ്പം എത്ര ബുള്ളുകളാണുള്ളത്? നമുക്കിവിടെ ബ്രീഡിംഗ് ബുള്ളായിട്ട് അർജുനാണുള്ളത്. പിന്നെ അർജുന്റെ സന്തതികളുണ്ട്. അതിൽ 2 ആൺകുട്ടികൾ. അർജുൻ വരുന്നത് ഈ ഭാവ്നഗർ ലാൽ കാബ്ര. അതെന്താ സ്ഥലത്തിന്റെ പേരാണോ? അതെ. അത് ലാൽ കാബ്ര എന്ന് പറയുന്നത് ഈ റെഡിൽ വൈറ്റ് സ്പോട്ടുള്ള പശുക്കാണ് ലാൽ കാബ്ര. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വരുന്ന ആ ഒരു സ്റ്റൈലിനാണ് ലാൽ കാബ്ര. കാലാകാബ്ര ഉണ്ട്. കാലാകാബ്ര ഒരു ചാര നിറത്തിൽ വരുന്ന ഈ വെള്ള സ്പോട്ട് വരുന്നതിന് കാലാകാബ്ര എന്ന് പറയും. അപ്പൊ അർജുൻ എന്ന് പറയുന്നത് ഭാവ്നഗർ കാബ്രയാണ്. ഇവിടെ ഇത്രയും ചാണകം കിടന്നിട്ട് അതിന്റെ സ്മെല്ലില്ല. ചാണകം ആണെന്നേ പറയില്ല. കാണുമ്പോഴേ ഇത് ചാണകമാണല്ലോ, അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ചാണകം ഇടുന്ന സ്ഥലമാണെന്ന് ആരും പറയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഗിറിന്റെ വിശേഷങ്ങൾ. കൂടുതൽ വീഡിയോകളുമായി ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ബൈ.